കണ്ണൂർ അഞ്ചരക്കണ്ടി ദന്തൽ കോളേജ് വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണത്തിൽ പ്രതിയായ ഡോക്ടർ MK റാമിന് തിരിച്ചടി. മുൻകൂർ ജാമ്യാപേക്ഷ തലശ്ശേരി അഡീഷണൽ സെഷൻസ് കോടതി തള്ളി. ഒന്നാം പ്രതിയായ റാമിന്റെ വാദങ്ങൾ തള്ളിയ കോടതി മുൻകൂർ ജാമ്യം നിഷേധിക്കുകയായിരുന്നു. അതേസമയം പ്രതിയായ അധ്യാപിക സംഗീത നമ്പ്യാർക്ക് കോടതി ജാമ്യം അനുവദിച്ചു. തിരുവനന്തപുരം ഉഴമലക്കൽ സ്വദേശിയായ നിതിൻ 2026 ഏപ്രിൽ 10-നാണ് ആത്മഹത്യ ചെയ്തത്. തങ്ങൾക്ക് നിതിന്റെ മരണത്തിൽ പങ്കില്ലെന്നും ജാതി അധിക്ഷേപം നടത്തിയിട്ടില്ലെന്നുമാണ് ഡോക്ടർ റാം കോടതിയിൽ വാദിച്ചത്. ഒരു ഓൺലൈൻ ലോൺ ആപ്പിൽ നിന്നുള്ള ഭീഷണിയെ തുടർന്നാണ് നിതിൻ ആത്മഹത്യ ചെയ്തതെന്നാണ് പ്രതിഭാഗം ഉന്നയിക്കുന്ന പ്രധാന വാദം. സംഭവ ദിവസം താൻ സ്ഥലത്തുണ്ടായിരുന്നില്ലെന്നും ഡോക്ടർ സംഗീതയും കോടതിയെ അറിയിച്ചു. എന്നാൽ ജാതിയുടെയും നിറത്തിന്റെയും പേരിൽ ഡോക്ടർ റാം നിതിനെ മാനസികമായി പീഡിപ്പിച്ചിരുന്നുവെന്ന് കുടുംബം കോടതിയിൽ ഉന്നയിച്ചു. ആ കുട്ടിയെ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിലെ ജാതിക്കെതിരായി ചിന്തിക്കുന്ന മുഴുവൻ ആളുകളുടെ ഒരു വികാരമായിരുന്നു. അതിന് കാരണക്കാരായ ആളുകളെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരാനും കോടതിയിലെ പ്രോസിക്യൂഷന് വേണ്ടി കേസ് നടത്തുക എന്നുള്ളത്. ഏതായാലും നമ്മളെ കേസിൽ റാം എന്ന ഒന്നാം പ്രതിയെ കോടതി മുൻകൂർ ജാമ്യം നൽകേണ്ടതില്ല എന്ന പ്രോസിക്യൂഷൻ്റെ വാദം അംഗീകരിച്ചിരിക്കുകയാണ്. ഏതായാലും അദ്ദേഹത്തിന് ജാമ്യം നൽകരുത് എന്നുള്ള വാദം അംഗീകരിച്ചുകൊണ്ട് കോടതി ഉത്തരവായിരിക്കുകയാണ്. അതാണ് അതിനെ സംബന്ധിച്ച് ഇപ്പോൾ പറയാനുള്ളത്. രണ്ടാം പ്രതിക്ക് ജാമ്യം അനുവദിച്ചിട്ടുമുണ്ട്. അതേതായാലും വിധി പരിശോധിച്ചതിന് ശേഷം മാത്രമേ അതിനെ സംബന്ധിച്ച് പറയാനുള്ളൂ. ഡയറക്റ്റ് ഇൻവോൾവ്മെന്റ് ഇല്ലാതാണ് രണ്ടാം പ്രതി. എന്താണ് രണ്ടാം പ്രതിക്ക് എന്തുകൊണ്ടാണ് അല്ല, അത് വിധി പരിശോധിക്കട്ടെ, വിധി കിട്ടട്ടെ. ഏതായാലും നിങ്ങളുടെയൊക്കെ ആകാംക്ഷ ഒന്നാം പ്രതിയെ അറസ്റ്റ് ചെയ്യുന്നില്ല അല്ലെങ്കിൽ ഒന്നാം പ്രതിക്ക് ജാമ്യം അനുവദിക്കുമോ എന്നുള്ള ആകാംക്ഷ ഉണ്ടായിരുന്നു. ഏതായാലും എല്ലാവരുടെയും പൊതുജനങ്ങളുടെ മുഴുവൻ ആളുകളുടെയും അഭിപ്രായം അങ്ങനെയായിരുന്നു. നമ്മളെ പോലീസിനെതിരായും അതുപോലെ തന്നെ ഭരണത്തിനെതിരായിട്ടൊക്കെ ചില വിമർശനങ്ങൾ പോലും വന്നിരുന്നു. ഒന്നാം പ്രതിയെ അറസ്റ്റ് ചെയ്യാൻ സാധ്യതയില്ല അല്ലെങ്കിൽ ജാമ്യം കിട്ടാൻ സാധ്യതയുണ്ട് എന്ന രീതിയിൽ. ഏതായാലും കോടതിയിൽ അദ്ദേഹത്തിന് തിരിച്ചടിയെ നേരിട്ട് നിങ്ങൾക്കറിയാം. ജാതിയുടെ പേരിൽ പോലും കോടതിയിൽ തെറ്റായ പ്രസ്താവന നൽകി രക്ഷപ്പെടാൻ വേണ്ടിയുള്ള ശ്രമം അദ്ദേഹം ആരംഭിച്ചിരുന്നു. അത് പ്രോസിക്യൂഷനും പോലീസും പരാജയപ്പെടുത്തിയിരിക്കുകയാണ്. മറ്റു കാര്യങ്ങളൊക്കെ അന്വേഷണ ടീം അതാത് സമയങ്ങളിൽ അധിക്ഷേപിച്ചവരുടെ ഫോട്ടോകൾ നിതിൻ സഹോദരിക്ക് അയച്ചു കൊടുത്തിരുന്നുവെന്നും ലോൺ ആപ്പുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ കുടുംബത്തിന്റെ അറിവോടെ പരിഹരിക്കപ്പെട്ടതാണെന്നുമായിരുന്നു കുടുംബത്തിന്റെ വാദം.